കേറുമ്പോ ഗ്രിപ്പില്ലേ പണി 8 മണി കിട്ടും. 100K ചെങ്ങായോടെ തൊടട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ 3ടെക്. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് മറ്റേ മഴയൊക്കെ അപ്പോൾ നമ്മളൊന്ന് പോയി മറ്റേ ഈ കക്കാടംപൊയിലൊക്കെ ആണല്ലോ ഇപ്പോൾ എല്ലാവരും പോകണം. അപ്പം മഴ എന്നൊരു സ്ഥലത്ത് പോകാൻ വിചാരിക്കുകയാണ്. എടാ നമ്മൾ പോകണത് പൊൻകുന്ന്. അതെ, നന്മണ്ടുള്ള പൊൻകുന്നാണ് നമ്മൾ പോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ പോ ഗൈസ്. നമ്മൾ അങ്ങനെ എത്താനായിരിക്കും ഗൈസ്. സ്റ്റാമിനയൊക്കെ തീർന്നില്ലേ? എത്തിയപ്പോ തീർന്നിക്കണ്. അങ്ങനെ നമ്മൾ അവസാനം എത്തിയില്ല, ദൂരം എടുക്കാണ്ട്. അതിന്റെ മോളോട് വേറെ വേണ്ടത് ഇത് ശരിക്കും അപ്പുറത്ത് കാക്കൂരിന്റെ ഒരു ചെറിയൊരു ഏരിയ. കാക്കൂര് പഞ്ചായത്ത് അല്ലാണ്ട് ഇതാ ഇഷ്ടം പോലെ കയറാനുണ്ട്. കുറച്ചോ നല്ല കയറാനുണ്ട്. എത്തീന് ഇവിടെ ഒരു ചായ ഷോപ്പ് ഇട്ടാല് എന്തായാലും മുതലാ. മഴയുമ്പോ പറഞ്ഞു അതൊരു ഗവൺമെന്റാണ്. ആരും ഒരു ചായയും കൂടി ഉണ്ടേ വൈബ് കഴിഞ്ഞു. കയറുമ്പോ ഗ്രിപ്പില്ലേ പണി 8 മണി കിട്ടും ഗൈസ്. അങ്ങനെ കുറേ ഭാഗമുണ്ട് പോയിക്കൊണ്ട് ചത്തുക്കണ്. ഈ പറയാനുള്ള വെച്ചാൽ വരുമ്പോൾ എന്തായാലും അതെ 2 കുപ്പി വെള്ളം കൊണ്ടുവരുന്നേക്ക് നല്ലേ പണിയാവും. നല്ല 8ന്റെ പണി കിട്ടും. ഇതാ തനുവിൻ്റെ ഒറിജിനൽ സ്വഭാവം എല്ലാം ഇപ്പോൾ പുറത്ത് നിൽക്കും. ഉള്ള പുല്ലൊക്കെ പറിച്ച് ഞാൻ എറിയാം. +2 എത്തിക്കുന്നു. എന്നാലും ഇതാണ് അവൻ്റെ അവസ്ഥ. നമ്മളിനി മുകളോട്ട് കയറുകയാണ് ഗൈസ്. തീർന്നിക്കണ തനുവൊക്കെ തീർന്ന്. എടാ പൊട്ടാ, വീഡിയോയിൽ കാണുമ്പോഴേ എല്ലാം ഒരേ സ്ഥലം പോലെ തോന്നുക. ഈ സോഷ്യൽ മീഡിയൻ്റെ സ്കാം എന്തെന്നാ പറഞ്ഞാൽ ഞാൻ കാണിച്ചത്. ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടില്ലേ എന്താ രസം അല്ലേ? സ്വിറ്റ്സർലാൻഡൊക്കെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അറിയാത്ത വശം എന്താ, ഇങ്ങനെയാണ് സംഭവം. മനസ്സിലായോ? ഇങ്ങനെയാണ് സംഭവം. അതന്നെ, അത്ര സാധനം സൂപ്പറാണ്. ഇതാണ് ഇങ്ങനെ പൊരേ കുത്തിരിക്കാണ്ട് അടുത്തുള്ള മലഞ്ചെരുവ് പോവാ. എന്നിട്ട് ഇങ്ങനെ കുത്തിരിക്കുക. അത് ഭയങ്കര വൈബാണ്. അങ്ങനെ ആ മൊട്ടത്തലയും പറഞ്ഞ എന്റെ മുള്ളമ്പന്നിന്റെ കൂടിയാണ് ഇത് നോക്ക്. അപ്പളാ ക്യാമറ നോക്കണത്. ആറ്റെന്നൊക്കെ പറഞ്ഞാല് ഇത് മേടിച്ച് കാട്ടിക്കോട് എന്നപ്പോ മച്ചന്മാരൊക്കെ ഉണ്ട്. മണ്ണക്കാടിന്റെ മെസ്സി അത് പോണ. ഈ സ്ഥലത്തിന്റെ പ്രത്യേകം എന്താ പറഞ്ഞാല് എല്ലാം ഒരു പോണുണ്ടാവുക. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആക്കിയേ. മണ്ണക്കടവിന്റെ റൊണാൾഡോ, മണ്ണക്കടവിന്റെ മെസ്സി. ഇത് മെസ്സി അല്ലേ? മണ്ണക്കടവിന്റെ അല്ല. 100K ചെങ്ങായോടെ കാൽമനം തൊടട്ടെ. യൂട്യൂബ് കയറും മോനെ. 3ടെക് മീഡിയ കയറും. മണ്ണക്കടൊക്കെ വേണ്ടി വരും. എടാ പച്ച ബോർ ചാനൽ. ഇപ്പൊ ഒരു നല്ല വീഡിയോ യൂട്യൂബ് കാണുന്നില്ല. ഉള്ളോണ്ടില്ലേ 3ടെക് മീഡിയ യൂട്യൂബ് തുറക്കും. വീഡിയോ കാണുമ്പോ ഒരു സുഖാണ്. കിട്ടില്ലേ ആഡൊന്നല്ലേ വെറുതെ ചെയ്യിപ്പിക്കാം.
എനിക്ക് എന്താ മണ്ണക്കളത്ത് രോമാഞ്ച കുഞ്ചക്കന്മാര ഞാൻ പറയാൻ പറ്റില്ല ഞാനും പറയാൻ പറ്റില്ല പ്ലസ് വണ്ണിൽ വന്നപ്പോഴത്തെ പ്ലസ് വണ്ണിൽ കയറി പ്ലസ് ടു ഉള്ളത് ഇപ്പൊ യൂട്യൂബർ അല്ലടാ നമ്മള് ജൂനിയർ വന്നത് പ്ലസ് ടു ഏതാ ഔറ കൂടി കൊറ കൂടി നമ്മളേതായാലും പോവാണ്. എടാ നാഫി എന്റെ അഭിപ്രായം പറഞ്ഞില്ല സ്ഥലത്തിനെ കുറിച്ച്. ഫസ്റ്റ് ഹാഫ് പറയും കേറുമ്പോ എങ്ങനെയുണ്ട് നീ പറയും എന്തായാലും എന്റെ അടുത്ത് ആയിക്കോട്ടെ പറയും എന്താ എന്താ വളരെ നല്ല അഭിപ്രായം. കേറാന് തീരും പ്രശ്നല്ലേ ആനെ തീരും ഇപ്പമില്ല. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് മറ്റേ ഏറെ വന്ന് പൊൻകുന്ന് വന്ന് ഇനി നമ്മള് കാപ്പാട് ബീച്ചിലേക്കാണ് പോകുന്നത് അല്ലേ? ഇനി നമ്മള് കാപ്പാട് എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ ബീച്ചിലെത്തിയപ്പാണ് പറയുന്നത് ടിക്കറ്റ് എടുക്കണമെന്ന്. നമ്മളോട് ഇല്ലേ ടിക്കറ്റ് എടുക്കാൻ? ടിക്കറ്റ് എടുത്ത ശീലമുണ്ടോ? ടിക്കറ്റ് എടുക്കാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെ വരിക, ഒരു മെല്ലെ അങ്ങനെ അടിച്ചാടുക, ഫ്രീ ആയിട്ട് ബീച്ചിലെത്തി ഗൈസ്. വിജയ ആടോ അമ്മ കേടില്ല. അപ്പുറം ചാടി കടന്നവനാണ് ഗൈസ് ഈ മിജുവാത്. പിന്നാണോ ഈ ചീള് കേസ്. അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ കാപ്പാട് ബീച്ചിൽ എത്തിക്കാണ്. മാഡം അതിന്റെ ലേക്ക് കിട്ടും പയറാട്ടെ മതിലൊക്കെ ചാടിക്കടന്ന്. ഞാനൊന്നും വിചാരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് മതില് ചാടിക്കടന്ന് ബീച്ചിൽ കയറണം എന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്നല്ല, എന്ന് നമ്മൾ ടിക്കറ്റ് ഞാൻ അന്തസ്സായിട്ട് ടിക്കറ്റ് എടുത്താൽ കയറില്ല. ഇന്ന് ഞാൻ വെള്ളമുണ്ട് ചാടിക്കടന്ന്. അല്ലാണ്ട് നമ്മളന്തസ്സായിട്ട് ടിക്കറ്റ് എടുത്താ ചാടിക്കടന്ന്. നമ്മള് ചാടുമ്പോ നമ്മളെ 3 താത്തമാരും എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരും ഇതന്നെ പരിപാടി. നമ്മളുണ്ട് അങ്ങോട്ട് നോക്കിയാണ് ഞണ്ടിന്റെ കൂട്ടുകാരെ ഒറ്റ മണ്ടലെ വെയിലൊന്നും കാണില്ലടാ. അതാ പണ്ടത്തെ തനുവിന്റെ കളി മണ്ണിലെഴുതി കളിക്കാം. നല്ലോണം വിശക്കുന്നുണ്ട് ഗൈസ്. നമുക്കിനി ബീച്ച് പോട്ടെ ഗൈസ്. ഇനി ചേട്ടാ മന്തി കഴിക്കാം. ഓക്കെ ബീച്ച് കയറി ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോയ മണ്ട് ഗൈസ്. വണ്ടി അവിടെ വെച്ചെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വണ്ടി അപ്പം എന്താ പറഞ്ഞാല് ചാടി വന്ന് നോക്കുമ്പോ അവിടെ ഗേറ്റ് ഓപ്പൺ ആയി കിടക്കണ്. ആരും ഇല്ല, വെറുതെ ചാടുക. ചാടുന്നവരൊക്കെ ഇപ്പൊ വെറുതെ ചാടുക, മൂഞ്ചി കിടക്കുന്നുണ്ട്. അൽഫാം വന്ന് ചെസ്റ്റ് പീസ് സങ്കടമില്ല, എന്നാലും ചെറിയൊരു വിഷമം. അതെ ചെസ്റ്റ് പീസിന് നമ്മൾ മെതിക്കും. ഇങ്ങനെ കൊണ്ടൊന്ന് എടുത്തിട്ട് മയണൈസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് സ്വർഗം. ഇതാണ് സ്വർഗം. പിന്നെ ഒരു പെപ്സി. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ കുറെ കാലത്തിന് ശേഷമാണ് വ്ളോഗ് ചെയ്ത്. അപ്പൊ നമ്മൾ ഏതായാലും വീഡിയോ മൈൻഡപ്പ് ചെയ്യാനായി. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതിലും നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ. ക്യാമറമാൻ ഭാവി ജവാനോടൊപ്പം ഇറ്റ്സ് മീ മുഹമ്മദ് ജാസ് സൈനിങ് ഔട്ട്.